ഏറ്റവും പ്രധാനപ്പെട്ട മസിൽ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കാലിലെ മസിലാണ്. ശരിക്കും കാലിലെ മസിൽ നടക്കാൻ മാത്രമല്ല ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ കാലിലെ മസിൽ. നമ്മുടെ കാലിൻ്റെ മസിൽ വളരെയധികം സ്ട്രോങ് ആണെങ്കിൽ പലതരത്തിലുള്ള അപകടങ്ങൾ നമുക്ക് തടയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കൂടും. അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള മെറ്റബോളിസം, പ്രത്യേകിച്ചും എല്ലാ സാധനവും പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുന്നതെല്ലാം നല്ലോണം പോവും. അതുപോലെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യും. ഹൃദയാരോഗ്യം നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഒരു ബാലൻസ് ഒക്കെ ഉണ്ടാവും. പ്രായമാവുന്ന സമയത്തും നടക്കാനും സ്റ്റെപ്പ് കയറാനും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം ലെഗ് സ്ട്രെങ്തിനെ കുറിച്ച് ഞാൻ വളരെ വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. കാരണം പല ആളുകളും ഫോക്കസ് ചെയ്യുന്ന അവരുടെ കയ്യിലും ചെസ്റ്റും ഒക്കെയാണ് എക്സസൈസ് ചെയ്യാൻ നോക്കുന്നത്. അപ്പം നമ്മുടെ ലെഗ് മസിൽസ് സ്ട്രെങ്തൻ ചെയ്താൽ ഉണ്ടാവുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് വ്യക്തമായി പറയുന്നത്. അപ്പം ഇത് മനസ്സിലാക്കിയിരിക്കുക. കാരണം പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് ഏതൊക്കെ എക്സസൈസ് ചെയ്താൽ കാലിൻ്റെ മസിൽസ് സ്ട്രെങ്തൻ ആവുമെന്നതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പം നമ്മുടെ ലെഗ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫൗണ്ടേഷനാണ്. നമ്മുടെ സ്ട്രെങ്തിന് വേണ്ടി, നമ്മുടെ ശക്തിക്ക് വേണ്ടി, അതുപോലെ മൂവ്മെൻറ്റിൻ്റെയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് കാലിൽ ക്വാഡ്രിസെപ്സ് മസിൽസ് ഉണ്ട്, അതുപോലെ ഹാംസ്ട്രിങ് മസിൽസ് ഉണ്ട്, കാഫ്സ് ഉണ്ട്, അതുപോലെ ഗ്ലൂട്ടിയസ് മസിൽസ് ഉണ്ട്. ഇതാണ് പ്രധാനമായിട്ടുള്ളത്. നമ്മുടെ ബോഡിയുടെ വെയിറ്റ് താങ്ങാനും നമ്മൾ നടക്കുന്ന സമയത്തും ഓടുന്ന സമയത്തും ബാലൻസിനും എല്ലാം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കാല് വീക്കാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ബാക്ക് പെയിൻ ഉണ്ടാവാം. അതുപോലെ നടക്കുമ്പം ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവും, വീഴാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും പ്രായമാവുമ്പോൾ ആ സംഭവം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് കാലിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണമെന്ന് പറയുന്നത്. നമ്മുടെ കാലിൻ്റെ എൻഡുറൻസ് കൂട്ടണം. അത് പ്രായമാവുമ്പോഴും ആ ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ തടയാൻ പറ്റും. അതുമാത്രമല്ല, നമ്മൾ കാലിൻ്റെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ കാഫ് മസിൽസ് സ്ട്രോങ്ങർ ആയാൽ അതിനെ നമ്മൾ സെക്കൻഡ് ഹാർട്ട് എന്നാണ് വിളിക്കുന്നത്. സെക്കൻഡ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിലുള്ള ബ്ലഡ് ഈ കാഫ് മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് ഹാർട്ടിലോട്ട് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ആ മസിൽസ് കോൺട്രാക്റ്റ് ആവുന്നു, ആ കാലിലുള്ള ബ്ലഡ് മൊത്തം മുകളിലോട്ട് വന്ന് നമ്മുടെ ഹാർട്ടിലോട്ട് വരികയാണ്. അത് വളരെയധികം നല്ലതാണ്. പിന്നെ അതുപോലെ കാലിൽ വേദന ഉള്ളവർക്കൊക്കെ ശരിക്കും മസിൽ സ്ട്രോങ് ആണെങ്കിൽ കാലിൻ്റെ വേദന ഇല്ലാതാവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കാലിലെ മസിൽസ്, ഹിപ്പ്, അതുപോലെ നമ്മുടെ തുടയിലെ മസിൽസും നല്ലോണം